അങ്ങനെ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. പാകിസ്ഥാൻ ഒന്നല്ല രണ്ടായിട്ട് പിളർന്നു എന്നുള്ള വാർത്തകളാണിപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത്. ബലൂജ് ലിബറേഷൻ ആർമി മാസങ്ങൾക്ക് മുൻപേ വർഷങ്ങൾക്ക് മുൻപേ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഖൈബർ പഷ്തൂൺഖ മേഖലയിൽ ആ സൈന്യം TTP തെഹ്രിക്ക് താലിബാൻ എന്ന വിമത സായുധ സേന അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല 2026 സ്വന്തമായി എയർഫോഴ്സ് സ്ഥാപിക്കുമെന്ന് തെഹ്രിക്ക് താലിബാന്റെ വമ്പൻ പ്രഖ്യാപനം. അങ്ങനെ പാകിസ്ഥാനുള്ളിൽ രണ്ടാമത്തെ രാജ്യവും കൂടി പിറന്നിരിക്കുകയാണ്. ആഭ്യന്തര കലഹം കൊണ്ട് പൊറുതിമുട്ടിയ പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി തെഹ്രിക്ക് താലിബാന്റെ പ്രഖ്യാപനം. 2026 വർഷത്തിൽ തെഹ്രിക്ക് താലിബാന്റെ എയർഫോഴ്സ് വ്യോമസേനയുടെ പൂർത്തീകരണം ഉണ്ടാകുമെന്നും സ്വന്തമായി ഒരു വ്യോമസേന വിമാനത്താവളം സ്ഥാപിക്കുമെന്നും സ്വന്തമായി വ്യോമസേന ആ സമയത്ത് പ്രാബല്യത്തിൽ വരുമെന്നുമാണ് തെഹ്രിക്ക് താലിബാന്റെ വമ്പൻ പ്രഖ്യാപനം. ഇത് ചെറുതായൊന്നുമല്ല പാകിസ്ഥാനെ ഞെട്ടിക്കുന്നത്. സ്വന്തം രാജ്യം, ആ രാജ്യത്തിനുള്ളിൽ വിമതരായി പ്രവർത്തിക്കുന്ന ഒന്നിലധികം വിമത സൈനിക സംഘങ്ങൾ അല്ലെങ്കിൽ സായുധ സംഘങ്ങൾ